വന്ന് രാത്രി 3:30 മണിക്ക് വന്ന് ബോർഡ് അടിച്ച് തകർത്ത് ഈ കാണിക്ക വഞ്ചി തകർത്ത് മേശയ്ക്കകത്ത് കിടന്ന് 25,000 രൂപ എടുത്തുകൊണ്ട് പോയി. അതിനകത്ത് ഇറച്ചിയുടെ വേസ്റ്റ് കൊണ്ടിറങ്ങി ആ തിടപ്പള്ളിക്കകത്ത് ചവിട്ടി തൊളിച്ച് അതിനകത്ത് കയറി ഡയറിയും ഇതും എല്ലാം എടുത്തുകൊണ്ട് പോയി. റെസിപ്റ്റ് കുട്ടി എല്ലാം എടുത്തുകൊണ്ട് പോയി. ഞങ്ങളെ സാധനങ്ങളെല്ലാം അവർ അതിക്രമിച്ച് കയറി കൈയടക്കി കൊണ്ടുപോയി. അവരാണ് കൊണ്ടുപോയി. ഫെബ്രുവരി 5 വരെ അദ്ദേഹത്തിന് ഈ കോർട്ട് ഓർഡർ അനുസരിച്ച് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക, ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ഇടപെടാനോ പാടില്ല. 7 വർഷം ഞങ്ങൾ കേസ് പറഞ്ഞ് സമ്പാദിച്ച വിധിയാണിത്. 7 വർഷം അത്രയും നാളെ ഞങ്ങൾ കേസ് പറഞ്ഞ് സമ്പാദിച്ച വിധിയാണ് ഈ കാണുന്നത്. 2022 പേരിലാണ് വിഷയം. മണ്ഡലകാല സമയത്ത് പുള്ളി പിരിവ് നടത്തി അഭിഷേകവും പൂജയും നടത്തും. ഈ സമയത്ത് പുറത്താക്കിയതാണ്. എല്ലാ ക്ഷേത്രത്തിനും ഉത്സവം വന്നാൽ പിരിവെടുക്കും, സർവ്വസാധാരണമാണ്. പിരിവെടുക്കാതെ നടത്താൻ നമുക്ക് കഴിയത്തില്ല. പിന്നെ പോറ്റിമാർക്ക് ശമ്പളം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ്, 2 കുടുംബത്തിൻ്റെയും കയ്യിൽ നിന്നാണ് പോറ്റിയുടെ ശമ്പളം 20,000 രൂപ വെച്ച് കൊടുക്കുന്നത്. നമസ്കാരം. വർക്കല രഘുനാഥപുരം വിനായക ക്ഷേത്രമാണ്. കുറച്ച് ദിവസങ്ങളായി ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പോലീസ് കാവലിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ, കമ്മിറ്റിയുള്ള ആൾക്കാർക്ക് ഇവിടെയുണ്ട്. എന്താണ് വിഷയം നമുക്കറിയില്ല. അപ്പോൾ ചോദിക്കാം, എന്താണ് വിഷയം? 2011 വിനായക ചാരിറ്റബിൾ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രമാണ്. 2012 വിനായക ചാരിറ്റബിൾ അസോസിയേഷനിൽ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന സുഭാഷ് വിശ്വനാഥൻ എന്ന വ്യക്തി 2014 സാമ്പത്തിക ക്രമക്കേട് നടത്തി അദ്ദേഹത്തിനെ പുറത്താക്കിയ വ്യക്തിയാണ്. അപ്പോൾ വിനായക ചാരിറ്റബിൾ അസോസിയേഷനിൽ എക്സിക്യൂട്ടീവ് ആയിരുന്ന സമയത്തും ഇദ്ദേഹം മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ടുണ്ട്. 2014 പുറത്താക്കിയ ഇദ്ദേഹം 2015 വിനായക ദേവസ്വം ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് രൂപീകരിച്ച് ഈ വിനായക ചാരിറ്റബിൾ അസോസിയേഷൻ്റെ ബോർഡിൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് ഇത് ഇദ്ദേഹത്തിൻ്റെ ക്ഷേത്രമാണെന്ന് അവകാശപ്പെടുകയും പിന്നെ നിയമപരമായ കേസിന് പോവുകയും ചെയ്തു. അന്ന് ഉണ്ടായിരുന്ന വ്യക്തികൾ ഇദ്ദേഹത്തെ നിയമപരമായിട്ട് കേസിൽ നേരിടുകയും ആ കേസ് അദ്ദേഹം വാങ്ങിച്ച ഓർഡർ എന്ന് പറഞ്ഞാൽ 3 വ്യക്തികളുടെ പേരിലാണ് ഓർഡർ വാങ്ങിച്ചേക്കുന്നത്. അല്ലാതെ വിനായക ചാരിറ്റബിൾ അസോസിയേഷൻ്റെ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരു ഓർഡറും അദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം ഇത് പ്രൈവറ്റ് വ്യക്തിയുടെയാണോ സർക്കാരിൻ്റെ വകയാണോ? എങ്ങനെയാണ് ഈ സ്ഥലമൊക്കെ ഇരിക്കുന്നത്? ആരുടെ പേരിലാണ്? പ്രൈവറ്റ് ആരുടെ പേരിലാണ് ഇരിക്കുന്നത്? ആര് പേരെന്ന് അറിഞ്ഞൂടെ. തിരുവനന്തപുരത്തുള്ള ഒരാളിനെ നാളെ നമ്മൾ ചെയ്ത് ശരിയാക്കിയെടുത്ത്. നമുക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്. ഇവിടെ ആര് നടത്തിയാൽ വിഷയം വന്നു കഴിഞ്ഞാൽ ഈ കേസിൽ ഇടപെടുന്നത് ആ വ്യക്തിയല്ലേ, അയാളുടെ സ്ഥലമല്ലേ? അത് സ്ഥലത്തിനല്ല, അവർ നമ്മൾ നടത്തിക്കൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ക്ഷേത്രമായിരുന്നു അത്. ക്ഷേത്രം നമ്മളാണ് വെച്ചത്. വിനായക ചാരിറ്റബിൾ അസോസിയേഷനാണ് ക്ഷേത്രത്തിന് വെച്ചതും ക്ഷേത്രത്തിൻ്റെ ചുമതലയാണ്. ഓണർ എന്ന ആരുമില്ലേ? അതാ ചോദിച്ചേ. ഓണർ എന്ന് പറയുമ്പോഴത്തേക്കും അത് നിയമപരമായിട്ട് സെന്തിലാണ്. അതായത് വർക്കല സെന്തിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പുള്ളി വീണ്ടും വിഷയമാവുന്നില്ല. ഇത് രജിസ്റ്റർ ചെയ്ത ക്ഷേത്രമാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, ആരും പിരിവെടുക്കാൻ പാടില്ല. കമ്പളത്തിന്റെ പേരും പറഞ്ഞു നാട് മൊത്തം പിരിവെടുക്കാം. അങ്ങനെയാണ് പിരിവെടുക്കാൻ പാടില്ല. അങ്ങനെ കഠിനമായ പിരിവുകൾ എടുത്ത് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിലോട്ട് ഒരു വ്യക്തികളും വരാത്തതും ക്ഷേത്രം അടച്ചിടേണ്ട ഗതികളിലേക്ക് എത്തിയത്. അതിനോട് കണ്ടാണ് വിനായക ചാരിറ്റബിൾ അസോസിയേഷൻ ഈ ക്ഷേത്രം ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഓർഡറാണിത്, കോർട്ട് ഓർഡറാണിത്. അദ്ദേഹത്തിന് എന്തെങ്കിലും നിയമപരമായിട്ട് പോകണമെങ്കിൽ ഫെബ്രുവരി 5 കോടതിയെ സമീപിക്കാം. അതിൻ്റെ കോർട്ട് ഓർഡറാണ്. അപ്പോൾ അദ്ദേഹം ഈ കള്ളക്കഥകൾ ഉണ്ടാക്കി ഇവിടെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. സംശയമാണ്, സാധാരണ സംശയമാണ്. കാരണം ഇവിടെ ക്ഷേത്ര കമ്മിറ്റിയിലോ ഒന്നുമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കുക? ആദ്യം പറഞ്ഞല്ലോ, വിനായക ചാരിറ്റബിൾ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ സാമ്പത്തിക ക്രമക്കേട് കൊണ്ട് പുറത്താക്കിയ വ്യക്തിയാണ്. പിന്നെ വന്നത് വിനായക ദേവസ്വം ട്രസ്റ്റ് എന്ന് രൂപീകരിച്ച് ഈ ചാരിറ്റബിൾ അസോസിയേഷൻ്റെ ബോർഡിൻ്റെ മണ്ടയിൽ കൊണ്ടുവച്ചിട്ട് ഇത് എൻ്റെ ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഇയാൾ ഓർഡർ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ 3 വ്യക്തികളുടെ പേരാണ്. ശിവസേനയിലുണ്ടായിരുന്ന സെന്തിൽ, പെരിങ്ങമലാജി, വക്കം അജിത്ത്. ഇവർ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടരുതെന്ന് പറഞ്ഞൊരു ഓർഡർ വാങ്ങിച്ചിട്ട് ക്ഷേത്രം എൻ്റെ പേരിലാണെന്ന് പറഞ്ഞ് നടത്താൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ അവകാശം വിനായക ചാരിറ്റബിൾ അസോസിയേഷനാണ്. അസോസിയേഷൻ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. ഇപ്പോൾ എന്താ വിഷയം ഇവിടെ എന്താ ഉണ്ടായത്? അടച്ചിട്ട് പോകണം. ഞാൻ ഒറ്റയ്ക്ക് സുഭാഷ് എന്ന് പറയുന്ന ഇത് മണ്ഡലകാല സമയത്ത് പുള്ളി പിരിവ് നടത്തി അഭിഷേകവും പൂജയും നടത്തും. ഈ സമയത്ത് പുറത്താക്കിയതാണ്. അപ്പം ഇത് വെറുതെ ആൾക്കാർ അടച്ച് വെച്ച് ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി.
തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണ് ഇവിടെ വിഷയം ഉണ്ടായത്. വിഷയം ഉണ്ടായത് അപ്പോൾ ഇദ്ദേഹം വന്ന് അമ്പലം തുറന്ന് ഇത് നടത്തിയപ്പോൾ നിങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ? നമ്മളിവിടെ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. നമ്മുടെ ആളുകൾ നടത്തരുതെന്ന് വിചാരിച്ച് അവൻ്റെ ഇഷ്ടത്തിന് പൂട്ടെ അവൻ എക്സിക്യൂട്ടീവ് മെമ്പർ ആയതുകൊണ്ട് വേറെ ഭാരവാഹികൾ എല്ലാവരും വെളിയിലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സംശയമാണ്, നിത്യപൂജ ഇല്ലേ ഇവിടെ? ഇപ്പം നിത്യമായ പൂജകളുണ്ട്. നിത്യമായ പൂജകളോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഫെബ്രുവരി 5 വരെ അദ്ദേഹത്തിന് ഈ കോർട്ട് ഓർഡർ അനുസരിച്ച് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയോ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഇടപെടാനോ പാടില്ല. കോർട്ടിൻ്റെ ഓർഡറാണ്. ഫെബ്രുവരി 5 അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർട്ടിൽ ബോധ്യപ്പെടുത്താം. പേപ്പർ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിന്ന്. അപ്പോൾ ഇദ്ദേഹം വന്ന് പൂജ നടത്തുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു? അയാളല്ല കഴിക്കും, വേറെ ആൾക്കാരല്ല. പൂജ നടത്തുന്ന പൂജാരിക്ക് പൈസയും കൊടുക്കത്തില്ല, അടിയും കൊടുക്കും. നാട്ടുകാരനാണ്. ഇവിടെ ഈ അണ്ണൻ താമസിക്കുന്ന വീട് ഇവിടെയാണ്. എൻ്റെ വീട് താഴെയാണ്. അപ്പം നമ്മൾ ഇതെല്ലാം അങ്ങനെ നമ്മൾ ഓരോരോ ജോലിയും കാര്യങ്ങളും തിരക്കിലുമായിരുന്നു. കാര്യങ്ങളൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ പുള്ളി നട അങ്ങ് അടച്ചു. മണ്ഡല കാലഘട്ടത്തിൽ അങ്ങ് അടച്ചു. ഒരു ഇതില്ല. ഇവരെല്ലാം നാട്ടുകാരാണ്. അമ്മ ഈ പറയുന്നതൊക്കെ ശരിയാണോ? അമ്മ ഈ പറയുന്നതെല്ലാം ശരിയാണ്. ഞങ്ങൾക്ക് ഈ അമ്പലം തുറന്ന് പ്രവർത്തിച്ച് നോക്കണം, നല്ല രീതിക്ക് കൊണ്ടുപോവുകയും വേണം. ഈ പറയുന്ന ആരോപണമൊക്കെ ശരിയാണ്? ശരി തന്നെയാണ്. ഇത് തുറന്നിട്ട് ഉടനെ അത് അടപ്പിച്ചിരുന്നത് ശരി തന്നെയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് നിങ്ങൾ അഭ്യർത്ഥന? അത് തന്നെയാണ് നമുക്ക് വേറെ കാരണം നമ്മൾ അമ്പലത്തിൽ വരണത് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ്. ആ സമയത്ത് പോലീസുകാർക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ അത് വളരെ വിഷയമാണ്, വലിയ വിഷയമാണ്. നമുക്ക് ഭഗവാനും ദിവസവും നിർമ്മാല്യം ചെയ്യണം. സൊല്യൂഷൻ എന്താണ് ഇതിനെന്തൊരു സൊല്യൂഷൻ? എന്താണ് സൊല്യൂഷൻ? ഒന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്വമാനസാല ഈ കേസിൽ നിന്ന് മാറി നിൽക്കുക. കേസിലോട്ട് പോകുമ്പോഴത്തേക്കും വീണ്ടും ഇത് പോലീസും ബഹളമായിട്ടല്ലേ വരേണ്ടത്. അദ്ദേഹത്തിന് എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം നടത്തി പോകാൻ സുഗമമായ പ്രവർത്തനത്തിന് മുന്നേ അദ്ദേഹം ഒഴിവാക്കി നിൽക്കണം. അല്ലാതെ വേറെന്തുവാണ് ഇതിനകത്തുള്ള മാർഗം? അദ്ദേഹം കേസും വഴക്കും അടിയും ബഹളമായിട്ട് ഈ വന്ന് രാത്രി 3:30 മണിക്ക് വന്ന് ഈ ബോർഡ് അടിച്ച് തകർത്ത് ഈ കാണിക്ക വഞ്ചി തകർത്ത് മേശയ്ക്കകത്ത് കിടന്ന് 25,000 രൂപ എടുത്തുകൊണ്ട് പോയി. അതിനകത്ത് ഇറച്ചിയുടെ വേസ്റ്റ് കൊണ്ടിറങ്ങി ആ തിടപ്പള്ളിക്കകത്ത് ചവിട്ടി തൊളിച്ച് അതിനകത്ത് കയറി ഡയറിയും ഇതും എല്ലാം എടുത്തുകൊണ്ട് പോയി, റെസിപ്റ്റ് കുറ്റി എല്ലാം എടുത്തുകൊണ്ട് പോയി. ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നാമത്തെ കാര്യം അയാൾ ഇവിടെയുള്ള ആളല്ല. അപ്പോൾ ഇവിടെയുള്ള വന്നിട്ട് ഇത്രയും വിഷയമുണ്ട്. നിങ്ങൾ നാട്ടുകാരുടെ അല്ലായിരുന്നു? നാട്ടിലെല്ലാം വെട്ടിയാണ് പുറത്തിറങ്ങത്തില്ല, ആരും പുറത്തിറങ്ങത്തില്ല. അവരെ പേടിച്ചിറങ്ങത്തില്ല. ഇവരെ ഗുണ്ടായിസല്ലേ കാണിക്കുന്നത്. ഇവർ വരുന്നത് വടിവാളും അതും മാരകായുധങ്ങളുമായിട്ടാണ് വരുന്നത്. ഇവിടെ കുടുംബമായിട്ട് കഴിയുന്നവർ ഇത് പേടിച്ച് ആരും ഇറങ്ങുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഗൾഫിലാണ്. സുഭാഷിന് അവർ വിളിച്ച് പറയൂലേ, വേണ്ട നിങ്ങൾ ആരും ഇറങ്ങണ്ട, അതിനുള്ള എന്താണെന്ന് കൊടുക്കുക, നമുക്ക് തലവേദന വേണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഒരുവിധമുള്ള ഈ നാട്ടുകാരിലെ എല്ലാ മക്കളും ഗൾഫിലും അവരെ ഭർത്താക്കന്മാരും ഗൾഫിലും. അപ്പോൾ അവരെങ്ങനെ ഇറങ്ങും? അതുകൊണ്ട് ആ ഒരു ഭയം അത് വേണ്ട എന്നുള്ളത് നമ്മൾ ഇവിടെ കുറ്റിയൊക്കെ അടിച്ച് പൊട്ടിച്ച് ഈ പറയുന്ന രഘുനാഥപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടുത്തെയുള്ള ആൾക്കാരുടെയൊക്കെ ബൈറ്റ് എടുത്തു. ഞങ്ങൾ എന്തായാലും വിസ്മയസ്വരിക്കലും ഒരു പക്ഷം മാത്രം കേൾക്കില്ല, മറുപക്ഷം കൂടി കേൾക്കും. മറുപക്ഷം ഈ പറയുന്നവർ ആരോപിച്ച സുഭാഷ് ചേട്ടനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. പിന്നെ അതിന് സുഹൃത്തുണ്ട്. എന്താ പേര്? എൻ്റെ പേര് വിഷ്ണു. എന്താണ് അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ 2014 അവിടെ നിന്ന് പുറത്താക്കിയാണെന്ന് പറയുന്നു. അതിനുശേഷം നിങ്ങൾ ഒരുപാട് അക്രമങ്ങളോടെ കാണിച്ചെന്ന് പറയുന്നു. അവിടെ കാണിക്ക് വേണ്ടി അടിച്ച് പഠിച്ചു, അവിടെ ഈ ബോർഡ് അടിച്ച് പൊട്ടിച്ചു, ക്ഷേത്രത്തിനകത്ത് രസീത് കുറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയി, അവിടെ മാംസം വാരി വലിച്ചെറിഞ്ഞു. ഇങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ ഞങ്ങളോട് ഉന്നയിച്ചത്. നിങ്ങൾക്ക് എന്താ പറയുള്ളത്? ഇതെല്ലാം വാസ്തവവിരുദ്ധമാണ്. ക്ഷേത്രം നടത്തിയിരുന്നത് ഞങ്ങളാണ്, അവരല്ല. അപ്പം ഞങ്ങൾക്ക് 7 കൊല്ലം കേസ് നടത്തിയാണ് ഈ ക്ഷേത്രം വിധി വന്നത്. ഞങ്ങൾക്ക് വന്ന വിധി എന്ന് പറയുമ്പോൾ ഒറിജിനൽ വിധിയാണ്. അപ്പോൾ ഈ വിധി മറച്ചു വെച്ചുകൊണ്ട് അവർ താൽക്കാലിക വിധി നേടിയിട്ട് അത് പോലീസിന് കൊടുക്കാതെ നമുക്ക് നോട്ടീസും വരാതെ അവർ അതിക്രമിച്ചകത്ത് കയറി പൂട്ട് പൊളിച്ച്, അകത്ത് കയറി ശ്രീകോവിലിൻ്റെ പൂട്ട് പൊളിച്ചു, തിടപ്പള്ളിയുടെ പൂട്ട് പൊളിച്ചു, വഞ്ചിയുടെ പൂട്ട് പൊളിച്ചു. അകത്തുള്ള സർവ്വ സാമഗ്രികളും അവർ അവിടെ നിന്ന് കടത്തി. അത് വിവരം അറിഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് പോലീസിനെ വിളിക്കുകയായിരുന്നു. പോലീസ് വന്ന് 2 കൂട്ടരെയും പുറത്തോട്ടാക്കി ഗേറ്റ് പൂട്ടി. നിത്യപൂജ പോലീസിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു പോറ്റിയെ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ പോലീസ് ഗേറ്റ് പൂട്ടും. ചേട്ടാ, വളരെ സങ്കടകരമായൊരു സംഭവമാണ് കേട്ടോ. വിശ്വാസിയുടെ രാവിലെ തൊഴാൻ പോകുമ്പോഴത്തേക്ക് പോലീസുകാരൊക്കെ പുറത്തുനിന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ അതിലെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ കോടതിയിൽ നിന്ന് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് അവരൊരു ഓർഡർ സമ്പാദിച്ചു.
ആ ഓർഡർ പ്രകാരം ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്പലത്തിനകത്ത് അവർ ചെയ്യേണ്ട കറക്റ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൺസേൺഡ് പോലീസ് സ്റ്റേഷന് ഇൻറ്റിമേഷൻ കൊടുക്കുക. ഇൻറ്റിമേഷൻ കൊടുത്തിട്ട് ഞങ്ങൾക്ക് നോട്ടീസ് തന്നിട്ട് ഞങ്ങളെ നിയമപരമായിട്ട് മാറ്റിക്കുക. അത് ചെയ്യാതെ അവർ ഈ പറഞ്ഞ കണക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ കണക്ക് അവർ ഈ ഗേറ്റിൻ്റെ പൂട്ട് തകർത്ത്, ശ്രീകോവിലിൻ്റെ പൂട്ട് തകർത്ത്, അതിനകത്തുള്ള സാമഗ്രികൾ കംപ്ലീറ്റ് കടത്തി. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കോംപ്രമൈസിന് പോകേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്ക് നിയമത്തിൽ വിശ്വാസമാണ്. നിയമം തന്നെ ജയിക്കും. സൂര്യന് എത്ര ഇരുട്ട് ഞാനത് അവരുടെയും ചോദിച്ചു. കാര്യം ഇതാണ്, ദൈവമാണ്. കാരണം അവസാനത്തെ ആശ്രയമാണ് ദൈവം. അങ്ങനെ വരുമ്പോഴത്തേക്ക് രണ്ട് ഭക്തരല്ലേ എല്ലാവരും. അപ്പോൾ അവർ ദൈവത്തിൻ്റെ പേരിൽ അടിപിടി കൊടുക്കുന്നത് ശരിയാണോ? പരിസരത്തെ കുറച്ച് മദ്യപാനികളുടെ സഹായത്തോടെയാണ് ഈ അക്രമം അവർ നടത്തിയിരിക്കുന്നത്. പരിസരവാസികളായ മദ്യപാനികളുടെ കുറച്ച്. അവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിലൊന്നും ആരുമില്ല, ഗൾഫിലൊക്കെയാണ്. അത് നിങ്ങൾ കുറച്ച് ആൾക്കാരുമായിട്ട് പോയിട്ട് അക്രമം കാണിക്കുന്നൊക്കെയാണ് അവർ എൻ്റെ പറഞ്ഞത്. ഉള്ള കാര്യം പറയാമല്ലോ, അവരെന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ നിജസ്ഥിതി ഞങ്ങളുടെ ക്ഷേത്രം ഇത്ര വർഷം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഈ ഓരോ പോറ്റിമാരെ ഇവർ സെറ്റിൽ ചെയ്ത് അയക്കുകയായിരുന്നു. ഇവിടെ വരരുത്, വിഷയമാണെന്ന് പറഞ്ഞിട്ട് ഇവർ സാമ്പത്തികം. രണ്ട് കാര്യം ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഈ വസ്തുവിൻ്റെ ഓണർ ആരെന്ന് എൻ്റെ വ്യക്തപ്പെടുത്തിയിട്ടില്ല അവർ. കാരണം പ്രൈവറ്റ് വ്യക്തിയുടെ വസ്തുവാണെന്ന് പറയുന്നു, അവരുടെ അമ്പലമാണെന്ന് പറയുന്നു, നടത്താൻ വേണ്ടി ഏൽപ്പിച്ചാണെന്ന് പറയുന്നു. ആ വ്യക്തി ആരാണെന്ന് പറയുന്നില്ല. ഒരു പക്ഷേ നാളെ ആ വ്യക്തി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും? കളക്ടറുടെ ഓർഡർ അമ്പലം പൊളിക്കണമെന്ന് കളക്ടറുടെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞ് ഓർഡറും കൊണ്ട് ഉദ്യോഗസ്ഥർ വന്നതാണ് ആ സ്ഥലത്ത്. എപ്പോഴാണത്? അത് ഇപ്പം 2015 അപ്പോഴാണ് നിങ്ങൾ അമ്പലം കെട്ടിയത്. അപ്പോഴും പൊളിക്കണമെന്ന് ഓർഡർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നിയമം എല്ലാവർക്കും ഒന്നാണ്. പള്ളിയുടെ ആർച്ച് റോഡിലാണ് നിൽക്കുന്നത്, പള്ളിയുടെ ആർച്ച് പൊളിക്കണം, ഞങ്ങളിതും പൊളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇതുവരെ അതിനൊരു അങ്ങനെയാണ് അമ്പലം സ്ഥാപിച്ചത്. ചേട്ടനാണ് മുൻകൈ എടുത്തത്? അതെ, ഞാൻ മുൻകൈ എടുത്ത്. എൻ്റെ പേരിൽ കേസുകളുണ്ടായി. ഞാൻ അത് നടത്തിക്കൊണ്ടുവന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഇത്രയും കാലം. അപ്പോൾ ഈ കേസ് അന്ന് ഇതുപോലെ ഇവർ ശിവസേന വന്ന് ഇതുപോലൊരു വിഷയം ഉണ്ടാക്കി, കല്ലെറിഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി. ക്ഷേത്രം അന്നിരുന്ന MLAയുടെ സ്വാധീനത്താൽ അമ്പലം അടച്ചു പൂട്ടിട്ടു. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്ഷേത്രം ഒരു ഡിസ്പ്യൂട്ട് 11 ഒരു ഡിസ്പ്യൂട്ട് നടന്ന് എന്ന പേരിൽ അമ്പലം പൂട്ടിക്കളഞ്ഞു. ഒരിക്കലും അമ്പലം പൂട്ടരുത്. അവിടെ പോലീസ് ക്രമസമാധാനം പാലിക്കുക ഇത് ചെയ്യേണ്ടവരാണ്. അപ്പം ഒരു MLAയുടെ അന്നിരുന്ന MLAയുടെ വർക്കല കഹാർ MLA പുള്ളിയുടെ ഇതിൽ അത് പൂട്ടി 7 വർഷം ഞങ്ങൾ കേസ് പറഞ്ഞ് സമ്പാദിച്ച വിധിയാണിത്. 7 വർഷം അമ്പലം ഇത്രയും നാളെ ഞങ്ങൾ കേസ് പറഞ്ഞ് സമ്പാദിച്ച വിധിയാണ് ഈ കാണുന്നത്. 2022 പേരിലാണ് വിഷയം വന്നത്. ഇപ്പം അവർക്ക് വേണ്ടത് ഇനിയിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ടെമ്പിൾ ട്രസ്റ്റാണ്. അപ്പോൾ ഇതിൽ 12A 32G ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫണ്ട് വരും. അപ്പോൾ ഈ ഫണ്ട് വരുന്നത് കൈക്കലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു പുതിയ നാടകം ഇറക്കി വന്നത്. അവരുടെ പറഞ്ഞത് അവർക്ക് ഫണ്ടിൻ്റെ ആവശ്യമില്ല. കാരണം അവർ ഈ പറയും പോലെ പിരിവൊന്നും ഇല്ലാതെ അത് എടുക്കുക ചെയ്യുന്നുണ്ട് പറയുന്നത്. പിരിവെടുത്തു ചേട്ടൻ്റെ വെള്ള ആരോപണം. ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പം എല്ലാ ക്ഷേത്രത്തിനും ഉത്സവം വന്നാൽ പിരിവെടുക്കും, സർവ്വസാധാരണമാണ്. പിരിവെടുക്കാതെ നടത്താൻ നമുക്ക് കഴിയത്തില്ല. പിന്നെ പോറ്റിമാർക്ക് ശമ്പളം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ്, 2 കുടുംബത്തിൻ്റെയും കയ്യിൽ നിന്നാണ് പോറ്റിയുടെ ശമ്പളം 20,000 രൂപ വെച്ച് കൊടുക്കുന്നത് മാസം. പിന്നെ അവിടുത്തെ ചിലവ് വേറെ. അവിടുത്തെ റെസീറ്റ് വരവ് നോക്കണം. രജിസ്റ്ററുണ്ട്, നമ്മളെ കണക്ക് രജിസ്റ്ററുണ്ട്. ആ രജിസ്റ്റർ നോക്കിയാൽ ഞങ്ങളെ സാധനങ്ങളെല്ലാം അവർ അതിക്രമിച്ച് കയറി കൈയടക്കി കൊണ്ടുപോയി. അവരാണ് കൊണ്ടുപോയി. തെളിയിക്കേണ്ട പോലീസാണ്. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അമ്പലത്തിന് വരുമാനം കുറവാണ്. ആ വരുമാനം കുറവുള്ള അമ്പലത്തിൽ ഒരാൾ വന്ന് ഇത്രയും വിഷയങ്ങളുണ്ടാക്കി അമ്പലം കൈയടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ദുരൂഹതയില്ലേ? അത് ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം അത് അന്വേഷിച്ച് അതിനുള്ള ഒരു നടപടി എടുക്കാൻ. ഒരു വരുമാനമില്ലാത്ത ഒരു അമ്പലം ഓടി വന്ന് പിടിക്കണമെന്ന് പറഞ്ഞാൽ അതിലെന്തായാലും ഉറപ്പായിട്ടും ദുരൂഹതയുണ്ട്. ഇത്രയും നാൾ അവർക്ക് ഈ ക്ഷേത്രം വേണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ മാസം 13-ാം തീയതി മുനിസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് 17-ാം തീയതി നമുക്കെതിരെ ഓർഡറായി. 18-ാം തീയതി നമുക്ക് അതിൻ്റെ വിധി പകർപ്പ് ഞങ്ങൾക്ക് അതിനകത്ത് കയറി കൊടുന്ന് ഇഞ്ചക്ഷൻ കിട്ടിയപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കൺഫേം ആയിട്ട് അതിലെന്തോ ഒരു ദുരൂഹത. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ഒരു ആൾക്കാരുടെ മാത്രം പക്ഷം കേൾക്കത്തില്ല. 2 പേരുടെയും കേൾക്കും. 2 പേരുടെ പക്ഷവും നമ്മൾ കേട്ടു. അവരുടെയും കേട്ടു, ഇവരുടെയും കേട്ടു. സത്യം എന്താണെന്നും കുറ്റകൃത്യം എന്ന് തെളിയിക്കേണ്ടത് സംസ്ഥാന പോലീസും ബാക്കിയുള്ള ഭരണ സംവിധാനവുമാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള അപേക്ഷ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അമ്പലത്തിലേക്ക് പോയിട്ട് ഒന്ന് 10 മിനിറ്റ് ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ അടിയും പിടിയും ബഹളവും പോലീസിൻ്റെ കാവലും പോലീസിപ്പോൾ കാണുമ്പോൾ ഉള്ള സമാധാനത്തോടെ പോയി കിട്ടും. അതുകൊണ്ട് ഇരുകൂട്ടരും ഒന്ന് രമ്യമായിട്ട് പരിഹരിച്ച് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് വിസ്മയ ന്യൂസിൻ്റെ അഭ്യർത്ഥന.
വിസ്മേസിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാവറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.